ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കടച്ചക്ക തോരന്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആ കടച്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പം നമുക്ക് കടച്ചക്ക തോരൻ ഉണ്ടാക്കിയാലോ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് കടച്ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. കടച്ചക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അതിന്റെ പുറത്തെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തോരനാകുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്തെടുക്കാം. ഞാനിവിടെ കടച്ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു ബ്രൗൺ കളർ അടിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ തന്നെ ഇതിന്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും. അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ കഴുകി എടുത്തതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കിനി തോരൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കടച്ചക്ക ഇട്ട് കൊടുക്കുക. കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്ക എന്നെല്ലാം പറയും ഇതിന്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ചെറിയ സ്ലൈസ്, അധികം കട്ടിയില്ലാതെ കനവില്ലാണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. കുക്കറിലൊന്നും ഇട്ട് വേവിക്കുകയോ വേണ്ട. സാധാരണ നമ്മൾ ചക്കപ്പൂതലിന്റെ വേവില്ല ഇതിന് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു സവാളേന്റെ പകുതി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കടച്ചക്കയിലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക, നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണൽ ആണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈസിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് കേട്ടോ. വറവ്, നമ്മളെ കണ്ണൂരെല്ലാം ഇതിന് വറവ് എന്നാ പറയാ. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ കടച്ചക്ക വേവിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വറവാണല്ലോ, അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ ഈ കടച്ചക്ക വേവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. കാരണം അപ്പോഴേക്ക് ഇത് വെന്ത് വരുമ്പോഴേക്ക് വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരും. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടാ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് എന്തിട്ടാ വെച്ചാല് പിന്നെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ വറവൊന്നും അങ്ങനെ മോശമായി പോവില്ല. തേങ്ങ നന്നായിട്ട് വെന്തല്ലോ. അപ്പൊ നമുക്കിനി ഇത് വെള്ളം വറ്റി വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കട്ടോ. നമ്മൾ കടച്ചക്ക വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇത് ഏകദേശം ഒരു 1/2 വേവ് ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 1/2 വേവ് ആയിട്ടുണ്ട്. ഫുള്ള് വെന്തില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു പീസ് ഇങ്ങനെ എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കട്ടാണ്. ഇല്ല, കുറച്ചും കൂടി ഇത് വേവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഇത് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എന്ത് ഇട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അത് നമ്മൾ ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ലാസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ്, ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇനി കടച്ചക്ക വേവിക്കുമ്പം ഇങ്ങനെ വറവെല്ലാം ഉണ്ടാക്കുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളെ കടച്ചക്ക വറവ് തോരൻ റെഡിയാവും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കടച്ചക്ക തോരന്റെ വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളി തോരനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത്, എന്നാൽ അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ലോണം വെന്ത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കടുകാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ
നമുക്കിതിനി വാങ്ങി വെക്കാം. അടിപൊളിയല്ലേ? ഇത് ഒരു ഹാഫ് കടിച്ചക്ക ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ഫാമിലിക്കെല്ലാം വറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വറുത്തിട്ട് കൊടുക്കാം. കടച്ചക്കത്തോരനെ വറുത്തിടാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വറവെല്ലാം ആവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കടച്ചക്ക തോരനിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഇട്ട് കൊടുത്ത വറവ് എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കടച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ കടച്ചക്ക തോരൻ ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടാ. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റ് ആണ്, സൂപ്പർ ആണ് കേട്ടാ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.